ഹലോ ഗൈസ്, നമ്മളിന്ന് ആദ്യം പോകുന്നത് ബർദുബായിക്കാണ്. ബർദുബായിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിൾ, അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ അബ്രയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എവിടേക്കാണ് എന്തൊക്കെയാണ്. ഇപ്പം നമ്മളിരിക്കുന്നത് ജുബൈൽ ബസ് സ്റ്റേഷനിലാണ്, റോളയിലുള്ളത്. ഇവിടെ നിന്നാണ് ഇവിടെ അടുത്തുള്ളത്. ഇപ്പോൾ ഷാർജയിൽ നിന്ന് അടുത്തുള്ള ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജുബൈൽ ബസ് സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് പോവേണ്ട ബസ് എന്ന് പറയുന്നത് 306. എന്നിട്ട് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം ഏതാ? കുബൈബ ബസ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അത് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ആ പോകുന്ന 306 ബസ്സിലെ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്, കുബൈബ ബസ് സ്റ്റേഷൻ. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബർദുബായിലേക്കാണ്. അപ്പോൾ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഷാർജയിൽ നിന്ന് അടുത്തുള്ള ബസ് സ്റ്റേഷൻ എന്നല്ല, ഷാർജയിലെ ബുത്തീന, അതുപോലെ മലിഹ ഏരിയ, നസ്രിയ ഏരിയ, അവിടെ നിന്നൊക്കെ മലിഹ, മുവൈല, ആ ഏരിയയിൽ നിന്നൊക്കെ അടുത്തുള്ളതാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഷാർജ എയർപോർട്ട്, അതുപോലെ മുവൈല, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കുള്ള ബസ് ഇവിടെ നിന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം വന്നതായിരുന്നു. ഫൈനലി നമ്മുടെ ബസ് വന്നു. നമ്മൾ എത്ര നേരത്തെ ബസ്സിൽ അതെ, അവിടെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ബസ് വരെ 7 മണിക്കാണ്. ബസ് മിണ്ടാണ്ടിരിക്കും, ഞാൻ പറയട്ടെ. ബസ് ഒരു 6:40 ബസ് വരും. പക്ഷെ ബസ് ഇവിടെ നിന്ന് എടുക്കുക 7 മണിക്ക് മാത്രം. നമ്മൾ നേരെ വിളിച്ചാകുമ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ബസ് വരില്ല. ബസ്സിന്റെ സമയം. സോ ബസ് വരിക, കുബൈബയ്ക്കുള്ള ബസ് വരിക 7 മണിക്ക് മാത്രം. അല്ല, 7 മണിക്ക് ബസ് ഇവിടെ നിന്ന് എടുക്കും. 6:40, 6:45 ബസ് വരും. അതുവരെ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കുക. ബസ് തുറന്നു തരിക. കുറച്ച് കഴിഞ്ഞിട്ട് ബസ് തുറന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ഓടി കേച്ച് ചാടി ഓടി വന്നിട്ട് ഫ്രണ്ടിൽ സീറ്റിൽ വന്നിരിക്കും. ഫ്രണ്ടിൽ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആദ്യം വന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് പോകുന്നത് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടാണ്. കാഴ്ചകൾ കണ്ടുപോകാം, ഉള്ളിൽ കിടന്നുകൊള്ളാം. പിന്നെ നമ്മുടെ നാട്ടിലെ ബസ് പോലെ കുന്നംകുളം ചങ്ങരകുളം അങ്ങനെ വിളിച്ചു പറയാനും നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും വിളിക്കുന്നത് നമുക്ക് വിചാരിക്കാം. അല്ലാതെ നമ്മൾ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ കൈ കയറിയുന്ന ചരിയൊക്കെ ഇട്ട് സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ വിളിക്കാനോ ഒന്നും ആരുമില്ല. അതിന് പകരം നമുക്കിതുപോലെ അനൗൺസ്മെന്റ് കേൾക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സ്റ്റോപ്പ് എത്തിയെന്ന്. പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും, അടുത്ത സ്റ്റോപ്പ് ഏതാണ്, അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കുകയും ചെയ്യും. അല്ലാതെ വിളിച്ചു പറയാൻ ഇവിടെ ബസ്സിൽ കണ്ടക്ടർ ഇല്ല, ഓൺലി ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഈ ഒരു വ്യൂ കിട്ടാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യമേ നമ്മൾ ബസ് വന്നു കഴിഞ്ഞാൽ ചാടി ഓടി വന്ന് ഫ്രണ്ടിൽ സീറ്റ് പിടിക്കാം. Next stop is Sharjah King Faisal Road and Petrol Station. And this is usual. ഇതിവിടെ പതിവാണ്. അതായത് നമ്മുടെ ബസ്സിൽ കണ്ടക്ടർ ഒന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടാണ് മനഃപൂർവ്വം കൈ അനക്കുന്നതല്ല, ബസ് പോവുക. ഇതാണ് ഗുബൈബ ബസ് സ്റ്റേഷൻ. ഇവിടെ അടുത്ത് തന്നെ ഗുബൈബ മെട്രോയും കൂടി ഉണ്ട്. സോ ഈ കാണുന്ന ഈ വഴിയുണ്ടല്ലോ, ഇതാണ് നമ്മൾ ബർദുബായിലേക്ക്, ഓൾഡ് സൂക്കിലേക്കൊക്കെ പോകാനുള്ള വഴിയാണിത്. ഇവിടുന്ന് നമ്മൾ നേരെയാണ് നടക്കേണ്ടത്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഗുബൈബ ബസ് സ്റ്റേഷനിലെത്തി. ഇത് ഞാൻ നേരത്തെ കാണിച്ചുന്ന വഴിയില്ലേ, അവിടെ നിന്ന് നേരെ ഇങ്ങനെ നടക്കുക. നമുക്ക് കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട് ബർദുബായിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട് അമ്പലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ.
ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നടക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ടേൺ ഉണ്ട്. എങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞുതരും. അങ്ങനെ നടന്നാൽ മതി. ഓക്കെ, ഇവിടെ ഇതുപോലെയൊന്നും അല്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഫുള്ള് എന്താ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഡ്രസ്സ് ആയിക്കോട്ടെ, ഓർണമെന്റ്സ്, പിന്നെ കരകൗശല വസ്തുക്കൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവാറായിട്ടില്ല തോന്നുന്നത്. 8 മണി ആവുന്നേ ഉള്ളൂ. മേ ബി തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഒരുപാട് ചരിത്ര പ്രധാനമായ സവിശേഷതകളുള്ള വഴികളാണിത്. സോ നമ്മൾ ബർദുബായിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് കഴിച്ചിട്ട് പോകണോ അതോ ഇത്ര നേരം പറയുന്നത്? അങ്ങനെ എന്ത് നമ്മൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിന്റെ അടുത്തെത്തി. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാ, നമ്മുടെ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ 2 വഴിയിലും നിറച്ച് അമ്പലത്തേക്ക് നടക്കുന്ന 2 വഴിയിലും നിറച്ച് സാധനങ്ങൾ, പൂജാ സാധനങ്ങൾ ആസ് യൂഷ്വൽ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. മുല്ലപ്പൂ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, ചന്ദനം, കളഭം, പൊട്ട്, മാല, ചാന്ത്, വിഗ്രഹങ്ങൾ, പൂജാ സാധനങ്ങൾ എല്ലാം ഉണ്ട്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ബർദുബായിലാണ്. ബർദുബായിൽ ഓൾഡ് സൂക്കിന് അടുത്തായിട്ടാണ്. നമ്മൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. മീന ബസാർ എന്നും കൂടി ആ ഒരു ഏരിയനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് അത്ര വലിയൊരു ഉറപ്പില്ല. പിന്നെ സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ 6 മണി വരെ അമ്പലം ഓപ്പൺ ആണ്. പക്ഷെ ഇടവിട്ട സമയങ്ങളിൽ ഇടവിട്ടിട്ടാണ് ഈ നട തുറക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നാട്ടിലൊക്കെ പോലെ ഓരോ പൂജയുടെ സമയത്ത് നട അടച്ചിടുക, അങ്ങനെ ഇവിടെ നട അടച്ചിടുക പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകോവിലായിട്ടൊന്നുമില്ല. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ 8:30 to 9:30 ഓപ്പൺ ആണ്. അതിന്റെ മുന്നേ 6:30 to 7:30. അങ്ങനെ ഓരോ ദിവസങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 6:30 to 7:30 ഓപ്പൺ ആണ്. ദെൻ 7:30 to 8:30 ക്ലോസ് ആണ്. ദെൻ 8:30 to 9:30 ഓപ്പൺ. അങ്ങനെയാണ് ടൈമിങ് വരുന്നത്. പിന്നെ ദുബായിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള അമ്പലമാണിത്. 1990കളിലാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീട് അത് 1958 ദുബായ് ഗവൺമെന്റ് അംഗീകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. 1990കളിൽ താത്തിയ ഭാട്ടിയ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു മുന്നേ ഈ അമ്പലത്തിൽ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ശിവക്ഷേത്രവും വേറൊരു പ്രതിഷ്ഠയും കൂടി ഉണ്ടായിരുന്നു. ദിവസവും 5000-ലധികം ആളുകളും ഉത്സവ സമയത്ത് 10,000-ൽ പരം ആളുകൾ വന്നതുകൊണ്ട് സ്ഥലപരിമിതി കൊണ്ടും സൗകര്യം കുറവായതുകൊണ്ടുമാണ് ആ അമ്പലമൊക്കെ ഇപ്പോൾ പിന്നീട് 2024 ജനുവരി 3 മുതൽ ജബേൽ അലിയിലെ ഹിന്ദു മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിന്റെ അവിടെ ആ ഒരു സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് പിന്നീട് നമ്മൾ അമ്പലത്തിലേക്കാണ്. അപ്പോൾ മൊബൈൽ ഫോൺസും അതുപോലെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ബിസി ആയിട്ടുള്ള ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് കറക്റ്റ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ. അപ്പോൾ വീക്കെൻഡിലായിക്കോട്ടെ, നമ്മുടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലായിക്കോട്ടെ നമുക്കൊന്ന് ചെന്നിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അമ്പലം തന്നെയാണ്. അങ്ങനെ അമ്പലത്തിലും തൊഴുത് പ്രസാദവും വാങ്ങിച്ചിട്ട് ഒരു മസാല ദോശയും കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഗുബേബ മെട്രോ സ്റ്റേഷനിലോട്ടാണ്. എന്താടാ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി അൽ ഗുബൈബ മെട്രോ സ്റ്റേഷൻ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ ലക്ഷ്യം എന്താ, അതായത് ദുബായിൽ കുറച്ച് സ്ഥലത്ത് ബർത്ത്ഡേയുടെ അന്ന്, പിറന്നാളിൻ്റെ അന്ന് ഫ്രീ ഫുഡ് കിട്ടും. അപ്പോൾ ഫ്രീ ഫുഡ് ഏതൊക്കെയാന്ന് നോക്കിയിട്ട് അവിൽ മിൽക്ക്, പിന്നെ എവിടെയാണ് വേറെ എവിടെയോ ബിരിയാണി, അതെ മെട്രോ കയറിയിട്ട് കരാമ പോകുന്ന 2 ആൾക്കാർ. അതെ അതറിയാതെ ഈ ചൂടത്ത് നല്ല വൈബാണ്, നല്ല വൈബാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നത് ഇവിടെ വൈഫൈ ഉണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് മാത്രം ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. പക്ഷെ അവൾക്ക് അറിയില്ല, അവിടെ ഇരിക്കുന്തോറും മറ്റേ നമ്മുടെ മെട്രോന്റെ കാർഡിന്റെ ഇങ്ങനെ കാർഡിന്റെ പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ഇരിക്കും. അതെനിക്കറിയില്ലായിരുന്നു. വേഗം പോവാം. അപ്പം ശരി, ഇനി നമുക്ക് ഇവിടെ എത്തിയിട്ട് കാണാം. അത് ഇതിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണ് എന്നാൽ വന്നൂടെ, ആദ്യം പറഞ്ഞൂടെ, നമുക്ക് ഇവിടെ എന്തറിയാം.
നമ്മൾ അങ്ങനെ ഗുബൈബ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബുർജുമാനിലേക്ക് കയറി നിന്നിട്ടോ. ബുർജുമാനിലേക്ക് പോയിട്ട് നമ്മൾ റെഡ് ലൈന് ചേഞ്ച് ചെയ്യണം, ADCBയിലേക്ക് കയറണം. ബുർജുമാനിന്ന് രണ്ടാമത്തെ സ്റ്റോപ്പ് ADCBയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്തിട്ട് നേരെ ADCBയിലേക്ക് പോകും. എന്താ റെഡ് ലൈനും ഗ്രീൻ ലൈനും? അതെനിക്കും കറക്റ്റായിട്ട് അറിയില്ല, പറഞ്ഞു കേട്ടുണ്ട് ഗ്രീൻ ലൈന് റെഡ് ലൈന്. അങ്ങനെ നമ്മൾ കരാമയിലെത്തി. ഫൈനൽ നമുക്ക് അവിടേക്കായിരുന്നു എത്തേണ്ടിയിരുന്നത്. ഇതാണ് കരാമ. ഇവിടുന്ന് ഇതിപ്പോൾ രാത്രിയല്ല, ഇപ്പോൾ എല്ലാവരും ചപ്പത്തിൻ്റെ രാത്രിയുള്ള വീഡിയോസൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവും, ഞാനും അതെ. അപ്പോ നമ്മള് ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഫുഡ് അടിക്കാൻ വെച്ചിട്ട് കരാമയിലേക്ക് എത്തി. കരാമയിൽ എത്തി നോക്കുമ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. കോഴിക്കോട് സ്റ്റാറിൽ പോയി നോക്കി അവരുടെ ഓഫർ കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഓഫർ ജൂൺ 30 വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായി, ആ ഓഫർ തീർന്നു. അടുത്തത് മൗസിലേക്ക് പോകാൻ വിചാരിച്ച് നോക്കിയപ്പോൾ മൗസി 12 മണിക്ക് ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ പറഞ്ഞു, പിന്നെ 2 മണിക്കാണ് പറഞ്ഞത്. ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്, 2 മണിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. തൊട്ടടുത്തൊരു നെസ്റ്റ് ഉണ്ട്, ഇതിനടുത്തൊരു നെസ്റ്റ് ഉണ്ട്. ആ നെസ്റ്റിൽ മുകളിൽ കയറി കുറച്ചു നേരം നിന്നിട്ട് പോന്നു. അവിടെ ഇരിക്കാനുള്ള സൗകര്യം നല്ലത്. അപ്പൊ തൊട്ടടുത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് ഗൈസ്. കൂട്ടുകാരെ വരാൻ പറഞ്ഞിട്ട് അവര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കരാമയിലെ നമി ചേച്ചീനെയും ജിത്തു ചേട്ടനെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവർ വന്ന് നമ്മളെ കൊണ്ടുപോയി. നമ്മൾ ബിരിയാണി കഴിച്ചു. പിന്നെ നമുക്ക് മൗസിൽ നിന്ന് ഫ്രീ അവൽ മിൽക്ക് കിട്ടി. ബർത്ത്ഡേ ഉള്ള ആൾക്ക് ഫ്രീ ആണ് അവൽ മിൽക്ക്. പിന്നെ ആളുടെ കൂടെ, അതായത് പിറന്നാളുള്ള ആളുടെ കൂടെ ആരാണോ വന്നേ ആ ആളുടെ വയസ്സിൻ്റെ അത്രയും പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു 25-26 ആണ് വയസ്സെന്നുണ്ടെങ്കിൽ അത്രയും പെർസെൻറ്റേജ് ഓഫ് കിട്ടും. അങ്ങനെ